ഇപ്പോൾ വാട്സപ്പിൽ വേറുള്ളവർക്ക് നിങ്ങൾക്ക് ചില ലൊക്കേഷൻസ് അയച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പം നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ ആയിരിക്കില്ല അത്, അതുപോലെ തന്നെ ലൈവ് ലൊക്കേഷനും ആയിരിക്കില്ല, വേറെ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വേറെ ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എങ്ങനെ വേറുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പിന്ന് പോലത്തെ ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ലൊക്കേഷൻ സർവീസസ് ഓൺ ആക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു പേജിലെത്തില്ല, ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. ഇനി ലൊക്കേഷൻ സർവീസസ് ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് ഒന്ന് വലിച്ചിട്ടാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ കാണാൻ പറ്റും, ഇതിൽ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇനി അല്ല നിങ്ങൾ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പിന്ന് പോലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് കാണാൻ പറ്റും. ഇതിൽ GPS ഈസ് ഡിസേബിൾഡ് എന്നാണ് കാണിക്കുന്നത്, അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ളൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ ലൊക്കേഷൻ ആക്സസ് ഓൺ ആക്കി കൊടുത്താലും മതി, നമ്മൾ നേരത്തെ പോലെ ചെയ്യണം എന്നില്ല. എന്തായാലും അത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ സർവീസസിൻ്റെ ഈ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കറണ്ട് ലൊക്കേഷനോ അല്ലെങ്കിൽ ലൈവ് ലൊക്കേഷനോ അല്ല സെൻഡ് ചെയ്യേണ്ടത്, നമുക്കൊരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു സെർച്ച് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ട സ്ഥലം ഞാൻ സെർച്ച് ചെയ്യാണ്. ഞാനൊരു എക്സാമ്പിളിന് കാലിക്കറ്റ് എയർപോർട്ട് എന്നുള്ളത് സെർച്ച് ചെയ്യാണ്. അപ്പം കാലിക്കറ്റ് എയർപോർട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇവിടെ കുറേ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് വേണ്ട റിസൾട്ട് കണ്ടുപിടിക്കുക. അപ്പം എനിക്ക് എയർപോർട്ടാണ് വേണ്ടത്. അപ്പം ഇവിടെ എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലൊക്കേഷൻ സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.